ഇന്ത്യൻ റെയിൽവേയിൽ പരീക്ഷയില്ലാതെ, ഫിസിക്കൽ ഇല്ലാതെ, ഇന്റർവ്യൂ ഇല്ലാതെ 10ാം ക്ലാസ്സിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5/6/2026 4/6/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത് ജൂൺ വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജൂൺ 4 വരെയാണ് പറ്റുന്നത്. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവർ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കുക. 1000-ൽ കൂടുതൽ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആദ്യം തന്നെ ഓഫീസ് റായ്പൂർ ഡിവിഷനിലേക്ക് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ഏകദേശം 1363 ഒഴിവുകളാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ വാഗൻ റിപ്പയർ ഷോപ്പിലേക്ക് റായ്പൂർ തന്നെ വിളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ 281 ഒഴിവുകളും വന്നിട്ടുണ്ട്. ഓരോരോ പോസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വെൽഡർ, ടർണർ, ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ ഹെൽത്ത് ആൻഡ് സാനിറ്ററി, അതുപോലെ തന്നെ കോപ്പ, പിന്നെ മെഷീനിസ്റ്റ്, മെക്കാനിക് ഡീസൽ, അതുപോലെ തന്നെ മെക്കാനിക് റിഫ്രിജറേഷൻ ആൻഡ് റിഫ്രിജറേറ്റർ, അതുപോലെ തന്നെ AC, പിന്നെ ബ്ലാക്ക് സ്മിത്ത്, ഇങ്ങനെ ഓരോരോ പോസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസൻ പോലുള്ള പെയിൻറ്റർ പോലുള്ള ഒരുപാട് പോസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഏത് ട്രേഡുമായിട്ടാണ് ഒരു ബന്ധമുള്ളത്, ആ ഒരു ട്രേഡും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഏകദേശം 1363 ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത്. ഏകദേശം 1500-ൽ കൂടുതൽ ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗൻ റിപ്പയർ ഷോപ്പിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഫിറ്റർ, അതുപോലെ തന്നെ വെൽഡർ, അങ്ങനെ നിരവധി ടർണർ ഉൾപ്പെടെ കോപ്പ, സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. മിനിമം 50% മാർക്കോട് കൂടി 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ITI, നമ്മൾ പറഞ്ഞിട്ടുള്ള ട്രേഡ് ഉണ്ടല്ലോ, അതിൽ ITI ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അപ്രന്റീഷിപ്പിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് 15 വയസ്സ് മുതൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്രന്റീസാണ്, അതായത് നമുക്ക് 1 or 2 ഇയറിലേക്ക് ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളെടുക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു ജോലി എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും, നമ്മുടെ ചെറിയ ചിലവുകളും കാര്യങ്ങളും നടത്തിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും മാസം നമുക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ലിങ്ക്, ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.